ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിന് ഇവിടെ വന്നു കഴിയുമ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരാമെന്ന്. സോ ഇന്ന് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണെങ്കിലും ഫ്രഷർ ആണെങ്കിലും അവർക്ക് വരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് നിങ്ങൾ UAE ചൂസ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പഴയ കമ്പനി കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഇത് എന്ത് ചോദിച്ചാലും നമ്മൾ ഇതിനൊരു നെഗറ്റീവ് ആൻസർ അല്ല പറയേണ്ടത്. ഇത് നമ്മളെ മെൻറ്റാലിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം നമ്മൾ നമ്മൾ ഇവിടെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നമ്മൾ പറയണം ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്, പുതിയൊരു റോള് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് പുതിയ റോളുകളൊക്കെ ട്രൈ ചെയ്യാനും പഠിക്കാനും പുതിയ എൻവയോൺമെൻറ്റിൽ നിന്ന് പഠിക്കാനും എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നുള്ള സംസാരിക്കാം. ഇപ്പോൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ UAEയിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, നല്ല അതായത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതിന് വേറെ പുറത്തോട്ട് നിന്ന് ജോലി ചെയ്യുന്നതിൻ്റെ തമ്മിലുള്ള ഒരു ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ മീൻസ് എന്ത് പറഞ്ഞാലും നമ്മൾ പോസിറ്റീവായിട്ടായിരിക്കണം നമ്മൾ ഉത്തരം പറയേണ്ടത്. സോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞുകൊണ്ട് തന്നെ. സോ അപ്പം നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, പോസിറ്റീവായിട്ട് മാത്രമേ പറയുള്ളൂ. അല്ല മെയിനായിട്ട് നമ്മൾ സാലറി ഇഷ്യൂ ആണെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. സാലറി ഇഷ്യൂസ്, പിന്നെ അവിടുത്തെ കൊളീഗ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ അവിടെ വർക്ക് ടൈമിങ് ഭയങ്കര കൂടുതലാണ്, മൾട്ടി ടാസ്ക് വരുന്നുണ്ട്, അങ്ങനെയൊന്നും നമ്മൾ നെഗറ്റീവ് ഒരിക്കലും പറയരുത്. ആ കമ്പനീൻ്റെ പോസിറ്റീവായിട്ടും പറയണ്ട, ഒന്നും പറയണ്ട. ലൈക്ക് നമ്മുടെ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടി നമ്മളൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന എന്നുള്ള രീതിയിൽ മാത്രം വേണം നമ്മളിതിനകത്ത് സംസാരിക്കാൻ. സോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാലറി എക്സ്പെക്റ്റേഷനാണ്. ഇതിന് രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം കമ്പനിയുടെ പോളിസിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം, നമ്മൾ ഡിസ്കസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ചില കമ്പനീസ് നമ്മളോട് ഇങ്ങോട്ട് പിന്നെയും പുഷ് ചെയ്യും. ഓക്കെ എന്നാൽ നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ കാണുമല്ലോ, അത് പറയും. സോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പം ലിങ്ക്ഡിനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പം അവർ ഓൾറെഡി ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, സാലറി റേഞ്ച് ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ മെൻഷൻ ചെയ്ത സാലറിയുടെ ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ അത് പറയുക. എക്സാക്ട്ലി പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചില കമ്പനികൾ ഇപ്പം 3000 ദിറംസ് അല്ലെ പോട്ടെ 5000 ദിറംസാണ് ഒരു ഓഫർ ചെയ്യാൻ വേണ്ടിയിരുന്നത്. നമ്മൾ ചെന്നിട്ട് ഇപ്പം ഒരു 4500 ദിറംസ് പറഞ്ഞു വിചാരിച്ചു, ചിലപ്പോൾ ഒരു 4500 ദിറംസേ തരത്തുള്ളൂ. പക്ഷേ അതൊരു 10% 5% ആട്ടോ. പക്ഷേ ചില കമ്പനികൾ ഇപ്പം 5000 ദിറംസാണ് അവർ പറയുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 4000 ദിറംസ് ആണെങ്കിൽ അവർ 5000 ദിറംസ് തരുന്നവരുണ്ട്. പിന്നെ ഉള്ളത് ഇപ്പം നമ്മൾ ചാടിക്കറിയിട്ട് എനിക്കൊരു 7000 ദിറംസാണ് വേണ്ടതെന്ന് പറയും. ചിലപ്പോൾ അവർ പറയും ഇവർ സാലറി കൂടുതലാണ് ചോദിക്കുന്നത്, കുറവ് അവരുടെ ആ ഒരു റേഞ്ചിലുള്ളവർ വരുമോ എന്നുള്ള രീതിയിൽ നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെക്ക് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നമ്മൾ ഇതുപോലെ ഹയറിങ് നടക്കുമ്പോൾ നമ്മളിത് കാണുന്നതാണ്. സോ എപ്പോഴും അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന റേഞ്ചിൽ നമ്മൾ പറയാനാണ് നോക്കേണ്ടത്. അതാണ് എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അത് എല്ലായിടത്തും ശരിയാകണമെന്ന്. ഇനി വരുന്നൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു കമ്പനീനെ പറ്റി എന്തൊക്കെ അറിയാം. സോ അത് ഒബ്വിയസ്ലി നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പം ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ കമ്പനീനെ പറ്റി നമ്മൾ എന്തായാലും ഗൂഗിൾ ചെയ്ത് നോക്കും. സോ പാനിക്കാവാതെ അറിയാവുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. അത് അതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഒരു ഇത് കിട്ടിയില്ല, ലൈക്ക് സോഴ്സസ് കിട്ടിയില്ല, ഉള്ള സോഴ്സിൽ വെച്ച് കിട്ടിയ അറിവാണ് ഇത്. ബട്ട് ഓവറോൾ നല്ലതാണെന്ന് തോന്നി. സോ എനിക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇത് ഞാൻ ഇതിനകത്ത് കണ്ടു, ഒരു നല്ല കമ്പനി അത് കണ്ടു, അല്ലെങ്കിൽ ഞാൻ കുറച്ചുപേരോട് ചോദിച്ചു, അവർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ രീതിയിൽ ഒരു പോസിറ്റീവായിട്ടൊരു ഷോർട്ടായിട്ട് ആൻസർ പറഞ്ഞാൽ മതി. അതിപ്പോൾ ലെന്തിയായിട്ട് പറയണം, അത് തെറ്റിച്ചു അങ്ങനെയൊന്നുമുള്ള പ്രശ്നങ്ങളും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചോദിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഓക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയണം. പിന്നെ റീലൊക്കേഷൻ, അപ്പോൾ അതിപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പം ഷാർജയാണ്, അബുദാബിയാണ്, അലൈനാണെന്നുള്ളത് അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ അത് ഓക്കെ ആധാരണമാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ അതിന് ഓക്കെ ആണെന്നുള്ള രീതിയിൽ സംസാരിക്കാം. ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. മീൻസ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു പൊസിഷൻ ഏതാണോ ആ പൊസിഷൻ അനുസരിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ലൈക്ക് ലോജിസ്റ്റിക്സ് ഫീൽഡിലോട്ട് നോക്കുമ്പോൾ അങ്ങനെയായിരിക്കും, ഓപ്പറേഷണൽ സെക്ഷനോട്ട് പോകുമ്പോൾ അങ്ങനെയായിരിക്കും, സെയിൽസിലോട്ട് പോകുമ്പോൾ വേറെ ആയിരിക്കും, IT-ലോട്ട് പോകുമ്പോൾ വേറെ ആയിരിക്കും, എനിക്ക് വന്നത് വേറെ ആയിരുന്നു. അങ്ങനെ ഓരോന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഉറപ്പായിട്ടും എവിടെയാണെങ്കിലും ചോദിക്കും. ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാതിരിക്കത്തില്ല. പിന്നെ ഞാൻ സെയിൽസിൽ നോക്കുന്ന പറഞ്ഞാൽ ഞാൻ സെയിൽസ് പ്രാവശ്യം ഫസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടുന്ന് എന്നോട് അവർ ചോദിച്ചാണ്, നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, നിങ്ങൾ ഹാൻഡിൽ ചെയ്തൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്.
മേ ബി അത് സെയിൽസ് എന്നുള്ള ഒരു ഫീൽഡിലോട്ട് ഞാൻ നോക്കിയത് കാരണമായിരിക്കും. കാരണം സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മാനേജ് ചെയ്യേണ്ട, കുറേ സെയിൽസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടവരല്ലേ. അപ്പം അതുകൊണ്ടായിരിക്കും അവരെന്നോട് ചോദിച്ചത്. പക്ഷേ എനിക്കൊന്നും അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടില്ല. പക്ഷെ ഞാൻ അപ്പം പാനിക്കായിട്ടില്ല. ഞാൻ അപ്പം തന്നെ ഒരു കഥ ക്രിയേറ്റ് ചെയ്തിട്ട് പറയുകയാണ് ചെയ്തത്. മീൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം പാനിക്കാവാതെ കോൺഫിഡൻ്റ് ആണ് സംസാരിക്കുക. നമ്മൾ എന്താണ് പറയുന്നത് അതിനകത്ത് നമ്മൾ ഫുള്ളി കോൺഫിഡൻ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ ശ്രമിച്ചാൽ മതി. അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് പറയുക, കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ ഹിന്ദി ഇവിടെ UAE വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, അറബി ഇതിനാണ് മെയിനായിട്ടും പ്രാധാന്യം വരുന്നത്. ഹിന്ദി അറിയാവുന്ന ഒരു 75% കമ്പനീസും ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇൻ്റർവ്യൂവിന് പോയ എല്ലാ കമ്പനീസും ഹിന്ദി അറിയാവുമെന്ന് ചോദിക്കും. അപ്പം ഹിന്ദി അറിയാം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ ബാക്കിയുള്ള ഒരു 10 മിനിറ്റ് ഹിന്ദിയിലായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്, അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന്, ഇപ്പം ഞാനൊക്കെ നാട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമ്മൾ എക്സാം എഴുതുന്നതും പഠിക്കുന്നതും ഒക്കെ ഇംഗ്ലീഷിലായിരുന്നെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരവസരം കിട്ടുന്നില്ലായിരുന്നു. പിന്നെ IELTS പോയപ്പോഴാണ് ഞാൻ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇംഗ്ലീഷിൽ. അതിവിടെ വന്നപ്പോൾ ഒരു ഉപകാരമായി കേട്ടോ. കാരണം ഒത്തിരി ടെൻഷൻ ഇല്ലാതെ അവരോട് സംസാരിക്കാൻ പറ്റി എനിക്ക്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ IELTS പോകുന്നതിനകത്താണ് മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ChatGPT ഒക്കെ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഏത് പൊസിഷനാണ് നോക്കുന്നത് എന്ന് പറയുന്നത് അവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമുക്ക് ഈസിലി ആൻസേഴ്സ് പറയാം. നമ്മൾ ഞാൻ തെറ്റ് പറഞ്ഞ മിസ്റ്റേക്ക് ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ChatGPT അത് പറഞ്ഞുതരും. അങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും അവരെന്ത് ചോദിച്ചാലും, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ CV ഫുൾ കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിക്കണം. CV കംപ്ലീറ്റ് പഠിക്കണം. അതിനകത്ത് എന്ത് ചോദിച്ചാലും നമ്മൾ ഒരു വിധത്തിലും പാനിക്കാവരുത്. എന്നോട് ഒരു ഇൻ്റർവ്യൂവിന് ചോദിച്ച കാര്യമാണ്, ഇപ്പം ഈ ഒരു CV ഇങ്ങനെ പിടിച്ചേക്കുവാണ്. CV പിടിച്ചിട്ട് ചോദിച്ചു, ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചതും എന്നാൽ ഒത്തിരി ലെന്തി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉൾപ്പെടുത്താത്തതുമായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് എന്നോട് ചോദിച്ചത്. അപ്പോഴും ഞാൻ സ്കിൽസ്, അതായത് എൻ്റെ എന്താ പറയുന്ന ഹോബീസ് ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു. ഞാനൊരു ഹോബീസാണ് പറഞ്ഞത്, വേറെ എന്ത് ചെയ്യാൻ പറ്റും. കാരണം CVക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള, CV അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം എനിക്ക് അന്നാണ് മനസ്സിലാവുന്നത്. ഞാൻ വിചാരിച്ചത് ജസ്റ്റ് നമ്മുടെ ആ ഒരു സ്ഥലത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് CVയുടെ ആവശ്യം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു, അവരത് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് CVയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി. പിന്നെയൊക്കെ ഞാൻ CV ഫുള്ള് പഠിച്ചിട്ടാണ് പോയത്. ഒക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ എക്സൽ എന്തൊക്കെയാണ് ചെയ്യുക, എനിക്ക് എല്ലാം ഒന്നും ഓർമ്മയില്ല, പക്ഷെ ഓർമ്മയുള്ളത് ഞാൻ പറഞ്ഞു തരാം.